വിദ്യാർത്ഥികളെ, ഫിനിഷ്ഡ് സർഫേസിംഗ് വാർണിഷിംഗ് എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും ഫിനിഷ്ഡ് സർഫേസ് വാർണിഷ് ചെയ്യാൻ. മെറ്റീരിയൽസ്, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്: കോട്ടൺ ക്ലോത്ത് 1 m, വാർണിഷ് 1 liter, ഡസ്റ്റിംഗ് ബ്രഷ്, വാർണിഷ് ബ്രഷ്. പ്രോസസ്: ജോബ് സീക്വൻസ്. ഡസ്സിംഗ് ബ്രഷ് ഉപയോഗിച്ച് ജോബിന്റെ എല്ലാ സർഫേസും വൃത്തിയാക്കുക. വാർണിഷിന് മുമ്പ് നനഞ്ഞ തുണി ഉപയോഗിച്ച് സർഫേസിൽ തടവുക. ബ്രഷ് തയ്യാറാക്കുക. വാർണിഷ് ഉപയോഗിച്ച് ബ്രഷ് മുക്കുക. ബ്രഷ് ഉപയോഗിച്ച് വാർണിഷ് സർഫേസിൽ എല്ലായിടത്തും ഒരേപോലെ പുരട്ടുക. സ്യൂം അല്ലെങ്കിൽ എയർ കുമിളകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുക. വാർണിഷിന്റെ ആദ്യത്തെയും രണ്ടാമത്തെയും കോട്ട് ഉണങ്ങാൻ അനുവദിക്കുക. ചെറിയ ലൈറ്റ് സ്ട്രോക്കുകൾ ഉപയോഗിച്ച് പൂർണ്ണ ബ്രഷ് ഉപയോഗിച്ച് വാർണിഷ് പ്രയോഗിക്കുക. വാർണിഷ് ലംബമായി ക്രോസ് ചെയ്ത് റീക്രോസ് ചെയ്യണം. തുടർന്ന് ചെറുതായി ലോയിഡ് ചെയ്യണം. വാർണിഷ് താഴേക്ക് ഒഴുകാനും ബ്രഷ് അടയാളങ്ങൾ ഇല്ലാതാക്കാനും കഴിയുന്ന തരത്തിൽ മുകളിലേക്ക് ബ്രഷിംഗ് ഉപയോഗിച്ച് ഇത് പൂർത്തിയാക്കണം. ലൈറ്റ് ക്വിക്ക് സ്ട്രോക്കുകൾ ഉപയോഗിച്ച് എല്ലാ ദിശയിലും തിരശ്ചീനമായി വാർണിഷ് പ്രയോഗിക്കുക. ബ്രഷ് അടയാളങ്ങൾ കാണിക്കാതെ തന്നെ സെറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഒരു നിശ്ചിത ദിശയിൽ ഇത് പൂർത്തിയാക്കണം. വാർണിഷ് ഫൈനൽ കോട്ട് പ്രയോഗിക്കുക. പൂർത്തിയായ പ്രതലം നല്ല തിളങ്ങുന്ന പ്രതലം പോലെ ആയിരിക്കണം. അവസാന കോട്ട് ഒഴികെയുള്ള ഓരോ പാളിക്ക് ശേഷവും ഫയർ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉപരിതലം തടവണം.
ഫിനിഷ്ഡ് സർഫേസിൽ എങ്ങനെ വാർണിഷ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചു.